പെരുന്നാളിന്റെ മര്യാദകളായിക്കൊണ്ട് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ, കുളിച്ച് ശുദ്ധി വരുത്തി ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഭംഗിയാർന്ന വസ്ത്രങ്ങൾ ധരിച്ച് പുറപ്പെടുവാൻ ആബാലവൃദ്ധം ജനങ്ങളോട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടും പുറപ്പെടാൻ പറഞ്ഞു. അഴകാർന്ന അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അണിയുക എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ വസ്ത്രങ്ങൾ അണിയണം എന്നാരും മനസ്സിലാക്കരുത്. നിര്യാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന ആണുങ്ങൾ ശപിക്കപ്പെടും. അത് വമ്പിച്ച തെറ്റാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് എഴുതിന് മാത്രമല്ല, എപ്പോഴും വൻപാപമാണ്. മാസ്ഫരമിനൽ കഅബൈനി ഫിന്നാർ, അത് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു സംവിധാനങ്ങളും ചെയ്യരുത്. നമ്മുടെ സഹോദരിമാർ അവർ ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് മാത്രമേ ഈദ് മുസല്ലകളിലേക്ക് മാത്രമല്ല വീടുകളിൽ നിന്ന് എവിടേക്കും പുറത്തിറങ്ങാവൂ. അല്ലാത്ത പോക്കുകൾ ഏത് പുണ്യകർമ്മത്തിനാണെന്ന് പറഞ്ഞാലും ന്യായീകരണമാവുകയില്ല. അതുകൊണ്ട് മര്യാദകൾ പാലിക്കുക. നമസ്കാരത്തിന്, ഈദ് നമസ്കാരത്തിന്, ചെറിയ പെരുന്നാളിന്റെ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും ഈത്തപ്പഴം കഴിക്കാറുണ്ടായിരുന്നു. കുലുഹുന്ന വിത്ര, ഒറ്റയാക്കാറുണ്ട് അതിന്റെ എണ്ണം. അത് ചെറിയ പെരുന്നാളിന് പുറപ്പെടുന്ന നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള മര്യാദയാണ്. 1, 3, 5, 9, 7 ഒക്കെ ഒറ്റയായ എണ്ണം ഈത്തപ്പഴം കഴിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പുണ്യകരമായി പഠിപ്പിച്ച ഒരു ഭക്ഷണമാണ്. ബലിപെരുന്നാളിന് ഒന്നും കഴിക്കാതെ പുറപ്പെടലാണ് സുന്നത്തെങ്കിൽ ഇതിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത്. ശവ്വാൽ പിറവി അറിഞ്ഞ ഉടൻ തന്നെ സുന്നത്തായ കാര്യമാണ് തക്ബീറുകൾ ചൊല്ലൽ. ഇമാം നമസ്കാരത്തിന് വേണ്ടി ഈദ് മുസല്ലയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ ആ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. പുണ്യകരമായ ഒരു ദിക്റാണത്. ഏറ്റവും കൂടുതൽ നമുക്ക് അള്ളാഹുവിനോട് അടുപ്പവും മനസ്സിന് സമാധാനവും തരുന്ന ഒരു ദിക്റാണത്. അതുകൊണ്ട് അതും ആ വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ വേണം. ഈദ് മുസല്ലയിലേക്ക് പോയ വഴിയിൽ അല്ലാതെ മറ്റൊരു റൂട്ടിലൂടെ തിരിച്ചു വരുവാൻ സാധിക്കുമെങ്കിൽ പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും വേറെ വേറെയാക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽപ്പെട്ട ഒരു പുണ്യ പ്രവൃത്തിയാണ്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈദിന്റെ മര്യാദകളെ നമ്മൾ പാലിക്കുക. ഇസ്ലാമികമായ സർവ മര്യാദകളെയും സൂക്ഷ്മതയോടുകൂടി, കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക.